ഇന്ത്യയിൽ ജലബോംബിടും. ഇതാണ് ചൈനയുടെ ഏറ്റവും ഒടുവിലത്തെ വെല്ലുവിളി. പ്രശാന്ത് സാർ, ബ്രഹ്മപുത്ര ഉപയോഗിച്ച് ബ്രഹ്മപുത്രയിൽ നിന്നുള്ള നദീജലം ഇന്ത്യയിലേക്ക് വരുന്നത് തടഞ്ഞ് ഇന്ത്യയെ അത്തരത്തിലൊരു ജലബോംബിട്ട് തകർക്കും എന്നാണ് ചൈന പറയുന്നത്. പാകിസ്ഥാനോടുള്ള ഏറ്റവും അങ്ങേയറ്റമായ ചൈനയുടെ സ്നേഹവും അവരുടെ ഒരു നിസ്വാർത്ഥമായ പൂർണ്ണ സഹകരണവും ഒക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഇന്ത്യയോടുള്ള ഈ വെല്ലുവിളിയും ഭീഷണിയും. അപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്ന ഈ ജലബോംബിനെ ഇന്ത്യക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും? അങ്ങനെ ബ്രഹ്മപുത്രയിൽ നിന്നുള്ള ജലം ചൈനയ്ക്ക് തടയാൻ സാധിക്കുമോ? തടഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കും? 3 ചോദ്യം. ആ അതിന് അവിടെ ചൈനയിൽ നിന്നുള്ള ഒരു സാഹിത്യകാരനാണ്. ഇത് ചൈനയുടെ തന്നെ വർത്തമാനമാണ്. അവിടുന്നാണ് അദ്ദേഹം ഇന്റർനാഷണൽ രീതിയിൽ ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞത്. ഇന്ത്യ ചെയ്യുന്നത് മഹാപാപമാണ്, വെള്ളം കൊടുക്കാതിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല, ഇത് എല്ലാവർക്കും സാധിക്കുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ചും ഞങ്ങൾക്ക്. ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി വടക്ക് കിഴക്കൻ സംസ്ഥാനം, ആസാം, അരുണാചൽ പ്രദേശ്, അല്ലെങ്കിൽ നാഗാലാൻഡ്, അതൊക്കെ അവിടെയൊക്കെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും വെള്ളത്തിന് ആവശ്യമായി വരുന്ന ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഞങ്ങൾക്കും ഇത് സാധിക്കും, പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ എന്നുള്ള രീതിയിലേക്ക് ഒരു വർത്തമാനം പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഈ വർത്തമാനത്തിന് അർത്ഥം അറിയാമല്ലോ. സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാർ ഇന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അധികം താമസിയാതെ പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാർ പലായനം ചെയ്യാൻ തുടങ്ങും. ഏതാണ്ട് 25% പ്രദേശങ്ങൾ കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞു. അതായത് ആ വെള്ളത്തിന്റെ ലഭ്യത 20% നേരത്തെക്കാട്ടിൽ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വളരെ വലിയ റിപ്പോർട്ട് ഇന്റർനാഷണൽ രീതിയിൽ വരുന്നുണ്ട്. പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇത് മുന്നിൽ കണ്ട് പാകിസ്ഥാൻ ഏറ്റവും ആദ്യം ഓടിച്ചെല്ലാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണ്. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ മറ്റു ചില രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. ആര് പറഞ്ഞാലും കേൾക്കാത്ത ഇന്ത്യയും. ചൈനയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ചൈനയുടെ ഒരു ഭീഷണിയാണ്. ചൈനയുടെ ഭീഷണിക്ക് ഇന്ത്യ പോലും മറുപടി പറഞ്ഞിട്ടില്ല, പ്രധാനമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല, ജയശങ്കർ മറുപടി പറഞ്ഞിട്ടില്ല, ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ മറ്റ് രാജ്നാഥ് സിംഗും ഒന്നും മറുപടി പറഞ്ഞില്ല. മറുപടി പറഞ്ഞത് ആസാമിന്റെ മുഖ്യമന്ത്രി ഹെമന്ത് ബിശ്വ ശർമ്മ മാത്രം. ഇന്നലെ എക്സിൽ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മതി, അദ്ദേഹം മതി, അദ്ദേഹത്തിന് അതിനോട് കരുത്തുണ്ട്. അദ്ദേഹം പറഞ്ഞ് പേടിപ്പിക്കാനൊന്നുമില്ല. ചേട്ടാ, അവിടെ ശാലം മഞ്ഞുരുക്കി ശാലം വെള്ളം താപ്പോട്ട് വരുന്നുണ്ട്. ആദ്യം ബ്രഹ്മപുത്രയ്ക്കൂടുള്ള വെള്ളത്തിന്റെ 30% വരത്തുള്ളൂ. ഇവിടുത്തെ നാഗാലാൻഡ്, ആസാം അല്ലെങ്കിൽ അരുണാചൽപ്രദേശ്, അവിടെ നിന്നുള്ള മലമുകളിൽ നിന്നുള്ള ചെറിയ അരുവികളുടെയും അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് പെയ്യുന്ന മഴയുടെയും അടിസ്ഥാനത്തിൽ വരുന്ന വെള്ളമാണ് 70% വെള്ളവും ഇവിടെ കൂടി ഒഴുകുന്നത്. ഈ വെള്ളം നിങ്ങൾ പേടിപ്പിക്കാനൊന്നുമില്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നാണ് തന്നെയാണ്. അതായത് നിങ്ങളുടെ ഭാഗത്ത് അതിന്റെ കുബിക്കടി എനിക്ക് പറയുന്നതിന് അറിയത്തില്ല, അവിടുന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന കുബിക്കടി റേറ്റും ഈ ഭാഗത്ത് ഈ നദി വരുമ്പോൾ ഉണ്ടാവുന്ന കുബിക്കടി റേറ്റും അതുകൊണ്ട് 2000 അതിന്റെ 2000 15,000 അങ്ങനെ വരുന്നുണ്ട്. അതിന്റെ കുബിക്കടി റേറ്റ് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് അതിനകത്ത് കയറി ആരും പിടിക്കരുത്. അപ്പൊ അത്രയ്ക്കുള്ള വ്യത്യാസം. അപ്പം വെള്ളത്തിന്റെ ലഭ്യത അതായത് 100-നകത്ത് 70% വരുന്ന വെള്ളവും ഇന്ത്യക്കകത്ത് നിന്നാണ്. ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിന് പിന്നെ ഇത് ഉപയോഗപ്പെടുത്തുന്നത് ബംഗ്ലാദേശാണ്. അപ്പം അത്തരത്തിൽ കാര്യങ്ങൾ ഒന്നും ഞങ്ങളെ പേടിപ്പിക്കാൻ ഒന്നുമില്ല. ഈ പറയുന്ന സിന്ധു നദീജല കരാർ പുനർപരിശോധിക്കുന്ന പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഈ പറയുന്നത് പോലെ ഈ സിന്ധു നദീജല കരാർ വന്നതിന് ശേഷം അവിടെ അവിടുന്ന് ഒരു ഡാം അല്ലെങ്കിൽ അവിടുന്ന് വെള്ളം കൊടുക്കുന്നതിനും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ടും അത് പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്താനും ചൈനയ്ക്ക് ഉപയോഗപ്പെടുത്താനും പ്രാപ്തമായിട്ടുള്ള അതിർത്തിയിൽ അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന ജലസ്രോതസ്, ഈ നദിയുടെ കുറുകെയല്ല വേറെ ജലസ്രോതസ് പാകിസ്ഥാനിൽ കൂടെ പോകുന്നതുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡാം പണിയുന്നുണ്ട്. ആ ഡാമിന്റെ ഒക്കെ പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ പണി ഈ ഒറ്റ കൊല്ലം കൊണ്ട് തീർക്കുന്നതിന് വേണ്ടി ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് പാകിസ്ഥാനെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സിന്ധു നദീജല കരാർ അല്ലെങ്കിൽ ആ കരാറിൽ ഉറച്ചു നിൽക്കുന്ന ഇന്ത്യ മാറത്തില്ല എന്ന് കണ്ടുകൊണ്ട് അപ്പം പാകിസ്ഥാനെ എങ്ങനെയെങ്കിലും നിലനിർത്തി പോകേണ്ട ഒരു അവസ്ഥ. എന്താണ് പാകിസ്ഥാനെ ഈ ഇന്ത്യ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ എല്ലാ ആൾക്കാരും ഒരുപക്ഷെ എങ്ങനെ യുദ്ധം ചെയ്യുമെന്നുള്ള അപ്പൊ ഈ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നപ്പം ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിന്ധു നദീജല കരാർ എന്ന് പറയുന്ന കരാർ. അപ്പൊ എത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ളത്, അതായത് നമ്മുടെ നയതന്ത്ര മേഖലയിൽ ഉണ്ടാക്കിയ നീക്കുപോക്കുകൾ കൊണ്ട് തന്നെ പാകിസ്ഥാൻ തകർന്നു. അപ്പൊ അന്ന് ഈ മന്ദന്മാരായിട്ടുള്ള പാകിസ്ഥാനികൾ വിചാരിച്ചു
അതിനുശേഷം അതിനുശേഷം നമ്മൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം യുദ്ധം നടക്കേണ്ട, യുദ്ധം നടത്തി കഴിയുമ്പോൾ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി എങ്കിലും പരസ്പരം എന്തൊക്കെ വേണമെന്നുള്ള രീതിയിലേക്ക് യുദ്ധം മൂർച്ഛിക്കുമ്പോൾ അവരുടെ കൂടെ ചൈനയുണ്ടല്ലോ, ചൈനയുടെ ആയുധമാണല്ലോ കയറിയിരിക്കുന്നത്, തുർക്കിയുടെ ഡ്രോൺ ആണല്ലോ, അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ 3 രാജ്യങ്ങളുടെ നിസ്തുലമായ ഒരു സഹകരണം, പിന്നെ നമ്മളിപ്പം മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ അമേരിക്കയൊക്കെ ഉണ്ടല്ലോ, കീഴിൽ കൂടെ കൊടുക്കുമല്ലോ. അപ്പൊ ഇവരുടെ എല്ലാം കൂടെ ഒരു നീക്കുപോക്കിൽ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാവാത്ത, ഇന്ത്യയുടെ കരുത്ത് എന്താണെന്ന് മനസ്സിലാവാത്ത ഈ പറയുന്ന രാജ്യം യുദ്ധം തുടങ്ങട്ടെ, യുദ്ധം തുടങ്ങിക്കഴിയുമ്പോൾ അവിടെ ആഗ്രഹിക്കുന്ന പോലെ, ചൈനയ്ക്ക് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാം, അതുകൊണ്ട് ചൈനച്ചേട്ടൻ കുറെ കാശും കൂടെ കൂടുതൽ തരുമല്ലോ, അപ്പൊ ഇന്ത്യയുടെ കുറെ ഭാഗങ്ങൾ തകർക്കാവല്ലോ, ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ഇല്ലായ്മ ചെയ്യാമല്ലോ, അതിനുശേഷം നമുക്ക് യുദ്ധം നിർത്തേണ്ടതിന് വേണ്ടി എല്ലാവരോടും ചർച്ച ചെയ്യുമല്ലോ, ഇന്ത്യക്ക് പണി കിട്ടുമ്പോൾ ഇന്ത്യ നമ്മുടെ അടുത്ത് വന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാം മറ്റേ നദീജലം തുറന്നു തരൂ എന്നൊക്കെ പറയാന്ന് വെച്ചിരുന്ന. പക്ഷെ ഇതൊന്നും നടന്നില്ല. നമ്മൾ ആവശ്യം കൊടുത്തു, അവന്റെ ഇടപാട് തീർത്തു, അവൻ നമ്മുടെ അടുത്ത് വന്ന് പറയും യുദ്ധം നിർത്തണം. അന്ന് പറഞ്ഞു പ്രധാനമന്ത്രി യുദ്ധം നിർത്താം, പക്ഷേ നമ്മൾ നേരത്തെയുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹവുമില്ല, വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകുന്ന പ്രശ്നമില്ല, ചർച്ച ചെയ്യാം, ആ POK ഇഞ്ഞ് തന്നിട്ട് കാര്യം പറയാൻ തുടങ്ങാം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് മനസ്സിലായി, യാതൊരു കോംപ്രമൈസും ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഏതാണ്ട് സ്വാതന്ത്ര്യാനന്തരം അന്ന് തൊട്ട് ഇന്ന് വരെ തുടങ്ങിയതാണ്. നമുക്ക് നഷ്ടം 20,000 പേർ, നമ്മുടെ കണക്ക് മാത്രം. എന്നും യുദ്ധം, എന്നും പ്രശ്നങ്ങൾ, ഈ രാജ്യം മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. അത്തരത്തിലുള്ള രാജ്യത്തെ നമ്മൾ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. കാരണം മാനുഷിക പരിഗണന എന്നും ലോകത്തോട് കാണിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അത് ഇവനോടും കാണിച്ചു. ഈ ഈ ഈ പറയുന്നത് പോലെ ഇന്ത്യ തകർക്കാൻ നിൽക്കുന്നവൻ, ഇന്ത്യക്കകത്ത് കയറി മതം തോക്കി ഏറ്റവും അവസാനം കൊന്നിട്ടുള്ളോ, നേരത്തെ പലവട്ടം കൊന്നിട്ടുള്ളോ, നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം സ്ഫോടനം നടത്തിയിട്ടുള്ളവർ, അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായ സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മൾ എടുത്ത തീരുമാനം, IMF കൂട്ടിക്കെട്ടിയ, അവർ തീരുമാനിച്ച ഒരു തീരുമാനത്തിനകത്ത് ഇത്തരത്തിൽ തിരുത്തിയ ഒരു തീരുമാനം പല യുദ്ധങ്ങളിലും ഈ കരാറുകൾ റദ്ദ് ചെയ്യാത്ത ഇന്ത്യക്ക് സാധിക്കുമോ എന്നുള്ള ആശങ്ക, അല്ലെങ്കിൽ ആരും അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ആരും ഇങ്ങനെ ചെയ്യുമെന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ചെയ്ത്തിൽ പാകിസ്ഥാൻ പെട്ടുപോയി. അന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബുദ്ധിയില്ലാത്തവർ ഇത്രയും പ്രകടശേഷി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. യുദ്ധത്തിനിടയ്ക്ക് യുദ്ധം നിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു വന്നതുപോലെ ആ കോംപ്രമൈസിൽ തീരുമെന്ന് വിചാരിച്ചു. അവസാനം യുദ്ധം തീർന്നപ്പോൾ നമ്മൾ ജയിച്ചു. പാകിസ്ഥാൻ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ അടുത്ത് ഒരു നിബന്ധനയും വെക്കാൻ സാധ്യമാവാത്ത രീതിയിൽ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴും പറഞ്ഞു നിർത്തുന്നു ആയുധം ഉപയോഗിച്ചുള്ള യുദ്ധം. തീർന്നിട്ടില്ല, ഇനിയും ചൊറിഞ്ഞാൽ ഇനിയും അടിക്കും. സിന്ദൂർ അവസാനിപ്പിക്കുന്നില്ല, ഞങ്ങൾ എപ്പോഴും അടിക്കാൻ തയ്യാറാണ്. അപ്പം മറ്റൊരു പല കാര്യങ്ങൾ സംസാരിക്കാനേ പറ്റത്തില്ല. സംസാരിക്കണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ചില അതിർത്തി പ്രശ്നങ്ങളുണ്ട്. പ്രധാനപ്പെട്ട വിഷയം കാശ്മീരാണ്. നിനക്ക് കാശ്മീർ ഇപ്പോഴും പ്രശ്നമാണ്, നിനക്ക് വേണമെന്ന് പറയുന്നു. അപ്പോൾ ബാക്കിയുള്ള നിന്റെ കയ്യിലിരിക്കുന്ന പണ്ട് അനധികൃതമായിട്ട് കയറിയിരിക്കുന്ന POKയുടെ കാര്യം സംസാരിക്കാം, അല്ലാതെ ഒരു സംസാരവുമില്ല. അപ്പം അപ്പോഴാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇനിയും തീർന്നു പോകും, നമ്മളുടെ ഒരു യുദ്ധത്തിന്റെയും കാര്യമില്ല. ഈ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നതിന്റെ കൂടെ ആ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് ആ രാജ്യത്ത് കൃഷി ചെയ്ത് ആ രാജ്യത്തിന്റെ ഒരു സഹായമില്ലാതെ സ്വന്തം കൃഷി കൊണ്ട് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന് ഇനി അവിടെ ജീവിക്കാൻ വയ്യാതെ വരുമ്പോൾ, പട്ടിണി കിടക്കുമ്പോൾ അവൻ പാകിസ്ഥാന്റെ പുറത്തു കുതിര കയറും. ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പായിട്ടുള്ള GDP, ഈ ബാക്കി വരുന്ന കൃഷി അതുകൂടെ തീരും. അതോടുകൂടി പാകിസ്ഥാൻ കൂട്ടത്തല്ലാവും, പട്ടിണി രാജ്യമായും പാകിസ്ഥാൻ തീരും. ഇത് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ പാകിസ്ഥാനെ നാളെ കാലത്ത് നമ്മൾക്കെതിരെ ഉപയോഗിക്കാമെന്ന് കരുതിയിരിക്കുന്നവർക്ക് പാകിസ്ഥാനെ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രഹ്മപുത്രയുടെ ബോംബിംഗ് സംവിധാനമായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. പക്ഷെ അത് നമ്മുടെ ഒരു അതിർത്തി സംസ്ഥാനമായിട്ടുള്ള ആസാമിൽ നിന്നുള്ള മുഖ്യമന്ത്രി പോയി പണി നോക്ക് ചേട്ടാ, നിന്റെ ബ്രഹ്മപുത്രയൊന്നും ഇവിടെ പറയണ്ട, ബ്രഹ്മപുത്ര ഞങ്ങളുടെ നദിയാണ്, ഇവിടെ നിന്നാണ് ഒഴുകുന്നത്, ഇവിടെ നിന്നാണ് 70%, അവിടുന്ന് ശാലം മഞ്ഞുരുകയുള്ള സംവിധാനങ്ങൾ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇന്ത്യയെ പേടിപ്പിക്കേണ്ട. ഇന്ത്യ പറഞ്ഞതാണ്, ഒരു ബ്രഹ്മപുത്രയും ഒരു കാര്യങ്ങളും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും മറുചെക്ക് വെച്ച്, ഞങ്ങൾ വെച്ച ചെക്കിന് അപ്പുറമായിട്ട് വരാൻ ആരും ശ്രമിക്കേണ്ട, അത് അനുവദിക്കുന്നില്ല. ഇത് പഴയ ഇന്ത്യ അല്ല, ഇന്ത്യ വേറെ ലെവലിലാണ് എന്നാണ് ഈ പറയുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ എക്സിൽ കുറിച്ചത്. ബാക്കി ആരും പറയേണ്ട കാര്യമില്ല, അത്രയുമേ ഉള്ളൂ. അത്രയും പറയാനുള്ള ആളെ അപ്പുറത്ത് വലിപ്പത്തിലുള്ളൂ. അപ്പുറത്തെ ഒരു കൊച്ചാട്ട് ഒരു സാഹിത്യകാരനോട് മറുപടി പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടാവത്തില്ല, പോലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഉണ്ടാവത്തില്ല, വിദേശകാര്യമന്ത്രി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ രാജേന്ദ്ര സിംഗ് ഉണ്ടാവത്തില്ല. നമ്മുടെ ആ അതിർത്തി സംസ്ഥാനം പുള്ളി ഏൽപ്പിച്ചേക്കും കേട്ടോ. അപ്പൊ പുള്ളി അതിർത്തിയുള്ള വിഷയങ്ങൾ പുള്ളി കൈകാര്യം ചെയ്യുന്നു, പുള്ളി അതിന് മറുപടി പറയുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ.
എന്തായാലും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഹിമന്ത് ബിശ്വ ശർമ്മ നൽകിയിരിക്കുന്ന മറുപടി ചൈനയ്ക്ക് വളരെ വളരെ വ്യക്തമാവാനാണ് സാധ്യത. കാരണം ബ്രഹ്മപുത്ര നദിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഒരു ഒഴുക്ക് തടയാൻ ചൈനയ്ക്ക് സാധിക്കില്ലെന്നും അങ്ങനെ തടഞ്ഞാലും ഇന്ത്യക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഇതാ ചൈനയിൽ നിന്നുള്ള സാഹിത്യകാരന്റെ അവിടെയുള്ള ഒരു വിദഗ്ധന്റെ ബ്രഹ്മപുത്രയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു ജലബോംബ് ഇടുമെന്നുള്ള ഒരു ഭീഷണിക്ക് മറുപടി നൽകിയിരിക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.